ഇഡലിയുടെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ. തേങ്ങയും പരിപ്പും ഒന്നും ആവശ്യമില്ല ഈ കറിക്ക്, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഇതുപോലെ മുക്കി നല്ലപോലെ കുതിർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു തക്കാളി അരിഞ്ഞെടുക്കാം, 2 സവാള ചെറുതായി അരിഞ്ഞെടുക്കാം, കുറച്ച് മല്ലിയില, 3 പച്ചമുളക്, 6 വെളുത്തുള്ളി, ഇത്ര ആവശ്യമുള്ളൂ. ഇത് നമുക്ക് എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 വിസിൽ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം. ഇത് നമുക്കൊരു മത്ത് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പോൾ പരിപ്പില്ലാത്തതുകൊണ്ട് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പും തേങ്ങയും ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി സാമ്പാറാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഒരു കറി തയ്യാറാക്കാമെന്ന് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചൂടായ ഇഡ്ഡലിയുടെ മുകളിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. പരിപ്പും തേങ്ങയൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല. ഇപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതുപോലെ ഇതിൽ കുതിർത്തി എടുത്തിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുള്ളൂ. മല്ലിയിലയുടെ നല്ലൊരു മണം വരും ഇതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.